Good morning, children. Today we are discussing the chapter Arithmetic Sequence. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് where the difference between two terms is the same everywhere. That means I write one example here 4, 8, 12, etc. ഇതൊരു സീക്വൻസാണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഫോളോ എ പാറ്റേൺ. അതാണ് സീക്വൻസ്. ഒരു നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ തുടർച്ചയായി എഴുതുന്നതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ലാസ്റ്റ് ടേമും ഇതിനുണ്ട്. ലാസ്റ്റ് ടേം അതിനെ നമ്മൾ nth ടേം എന്നാണ് പറയുക. nth ടേം, ലാസ്റ്റ് ടേം nth ടേം. സോ എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് ഇവിടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 4 എന്ന് അറിയാം. ഓക്കെ, അതേപോലെ അടുത്ത രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ 4 എന്ന് നമുക്ക്. ഇനി അടുത്ത ടേമോ ഇത് വരികയാണെങ്കിൽ 4 + 8 12 16. Again we find the difference between these two terms. We get 4. So everywhere the difference is 4. അതിനെ നമുക്ക് ഇതൊരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഓൾവേസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡി. ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞാൽ നമ്മളിതിനെ ടേംസ് കൊടുക്കുക. ഇതിന് x1, x2, x3, etc. xn. xn എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും x2 എന്ന് പറയുന്ന സെക്കൻഡ് ടേമും x3 എന്ന് പറയുന്ന തേർഡ് ടേമും, അങ്ങനെ ലാസ്റ്റ് ടേമാണ് xn എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, അതും അല്ലെങ്കിൽ x4 മൈനസ് x3. അതായത് x2 x1 കുറയ്ക്കുകയോ x3 x2 കുറയ്ക്കുകയോ x4 x3 കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ഇത് നമ്മൾ ടേം കൊടുത്തു x1, x2, x3. ചിലപ്പോൾ a1, a2, a3 എന്ന് കൊടുക്കാം. അതുപോലെ f1, f2, f3 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ടേം ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ nth ടേം എന്നാണ് പറയുന്നത്. nth ടേം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉണ്ട്. ആ ഫോമുല xn = a + n - 1 × d. അതുമല്ലെങ്കിൽ വേറൊരു ഫോമുല dn + f - d. ഈ രണ്ട് ഫോമുല നമുക്ക് ഉപയോഗിക്കാം. nth ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുല ഇതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. nth ടേം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സീക്വൻസ് 4, 8, 12, 16 ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x2 - x1 ആണ്, നേരത്തെ പറഞ്ഞു. അതായത് 8 - 4 = 4 ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്ക് xn = a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, ആദ്യ പദമാണ് a എന്ന് പറയുന്നത്. അതിന് നമുക്ക് 4. അപ്പോൾ നാം ഇവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. So let's find here the nth term. a + n - 1 × d. a എന്ന് പറഞ്ഞാൽ 4 പ്ലസ് n എന്ന് പറഞ്ഞാൽ അറിയില്ല, അത് നമ്മൾ വെച്ചു. 1 × d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 4 + ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × n 4n - 4 × 1 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ -4 + 4 ഇത് രണ്ട് ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4n. അപ്പോൾ ഇതാണ് ഇതിൻ്റെ nth ടേം. ഇങ്ങനെ നമുക്ക് എല്ലാ സീക്വൻസിൻ്റെയും nth ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ സീക്വൻസ് വന്നിട്ട് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം, എന്താണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, അതുപോലെ എന്താണ് ഇതിൻ്റെ nth ടേം എന്നാണ് പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു സീക്വൻസിലെ സം കണ്ടുപിടിക്കും. സം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സീക്വൻസിലെ സം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കുറേ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഫോമുലയാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫോമുല Sn = n/2 × 2a +
n minus 1 into d. Okay, n by 2 into 12 plus n minus 1 into d. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് എസ് എൻ ഇസ് ഈക്വൽ ടു n by 2 into x1 plus x. അപ്പോൾ ഈ രണ്ട് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം സമ്മ് കണ്ടുപിടിക്കാൻ. ഒരു സീക്വൻസിൽ എത്ര ടേം ഉണ്ട് അതിന് എത്ര സമ്മ് കണ്ടുപിടിക്കണം എന്ന് നമുക്ക് ഉപയോഗിക്കുന്ന രണ്ട് ഫോർമുലയാണ് ഈ രണ്ട് ഫോർമുല. ഈ രണ്ട് ഫോർമുല വെച്ചിട്ട് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. ഇനി കട്ട് ചെയ്തു.